Hello everyone, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ പരിപ്പ് പയർ വർഗ്ഗങ്ങൾ വെച്ചിട്ടുള്ള 5 കറികളാണ്. ചന മസാല ഉണ്ട്, ഗ്രീൻ പീസ് കറി ഉണ്ട്, തേങ്ങ ചേർക്കാത്ത കടലക്കറി ഉണ്ട്, ചെറുപയർ കറി ഉണ്ട്, മിക്സ്ഡ് ദാൽ ഉണ്ട്. ഇത്രയും കറികളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണേ. നമ്മൾ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയിലേക്ക്, അതല്ല വൈകുന്നേരം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ കുതിർത്ത് വെച്ചാൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഉപ്പും ചേർത്ത് നമുക്ക് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ. ആ സമയം കൊണ്ട് ഒരു സവാള ഇങ്ങനെ ഹാഫ് സ്ലൈസസ് ആക്കി അരിഞ്ഞത്, അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, ഒരു തക്കാളി, അത്രയും അരിഞ്ഞെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാനിങ്ങനെ തിൻ സ്ലൈസസ് ആക്കിയിട്ട് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഈ കറിയിലേക്ക് അങ്ങനെയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാളയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്നൊരു പരുവം വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വേണമെങ്കിൽ കുറച്ച് കടല അരച്ചും ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല കൊഴുപ്പുള്ള കറി നമുക്ക് കിട്ടും. മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കാം. കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് ചപ്പാത്തിയുടെ ചന മസാല. പൂരിയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ചന നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ തലേദിവസം രാത്രി കുതിർത്ത് വയ്ക്കുക. അല്ലാതെ നമ്മൾ ഡിന്നറിന് ഉണ്ടാക്കുന്നതുകൊണ്ട് രാവിലെ ഞാൻ കുതിർത്ത് വെച്ചതാണ്. അത് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എടുക്കാം. ഇനി ചന മസാല ഉണ്ടാക്കാം. നമുക്ക് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഒരു 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് ഉപ്പും ചേർത്തിട്ട് ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ്, ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതായത് ആ കറിക്ക് നല്ലൊരു കളർ വേണമല്ലോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളുടെ പച്ചമണം എല്ലാം മാറണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു തക്കാളി, വലിയൊരു തക്കാളി ആയിരിക്കണം, അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്തിട്ട് ഈ മിക്സിയിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതായത് അപ്പോൾ ആ മസാലയുടെ പച്ചമണം എല്ലാം മാറി നല്ലൊരു തിക്ക്
പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നല്ലൊരു കുറുകിയ പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചനയും ആ വേവിച്ച വെള്ളവും ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പം, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇത്രയും മതി. കുറച്ച് വെള്ളത്തിൽ ഒരു നെല്ലിക്ക, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പം അത് നന്നായി പിഴിഞ്ഞിട്ട് ആ പുളി ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് നന്നായി കുറുക്കിയെടുക്കുക. ഒരുപാടങ്ങ് ലൂസ് കൺസിസ്റ്റൻസി അല്ല, ഒന്ന് കുറുകും, എന്നാലും കുറച്ചൊന്ന് തിക്ക് ഗ്രേവി ടൈപ്പിൽ നമുക്ക് ഇത് എടുക്കാം. മല്ലിയിലയും കൂടെ തൂവിയിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നൊരു മിക്സ്ഡ് ഡാലാണ്. ഒരു 1/2 മുതൽ 3/4 കപ്പ് വരെ തുവരപ്പരിപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് ചെറുപയർ, അതേപോലെ ഒരു 1/4 കപ്പ് വൻപയർ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്ന് വേണമെങ്കിൽ കുറച്ച് ഉഴുന്ന് ചേർക്കാം. പിന്നെ വേറെ എന്തെങ്കിലും ഡാൾ, ചന ഡാൾ വേണമെങ്കിൽ ചന ഡാൾ ചേർക്കാം. അപ്പോൾ ദാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് 3 എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം 1/2 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകവും, പിന്നെ നല്ലോണം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേണം ഡാലിന്. അപ്പോൾ ഒരു 5-6 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 പച്ചമുളക്, ഇത്രയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ നെയ്യിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി ഒന്ന് മൊരിഞ്ഞ് വരുന്ന പരുവാകുമ്പോൾ നമുക്കൊരു വലിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം വഴറ്റുമ്പോൾ. അപ്പോൾ സവാള പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, മല്ലിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല അവിടെ. ഇത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതായത് പച്ച മണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു തക്കാളി, വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ തക്കാളി ഒന്ന് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തക്കാളി ഒന്ന് വെന്തുടയുന്ന വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഡാലിൻ്റെ കൺസിസ്റ്റൻസി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ചിലർക്ക് തിക്കായിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ചൊന്ന് ലൂസായിട്ടായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഡാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യം ജീരകം വറവിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെളുത്തുള്ളി, അതായത് ഒരു 1-2 വെളുത്തുള്ളി അരിഞ്ഞതും ജീരകവും കൂടെ നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് 2 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഈ സമയത്ത് ഡാലിലേക്ക് ഒഴിച്ചു കൊടുത്താലും നല്ല സൂപ്പർ ടേസ്റ്റാണത്. തലേ ദിവസം രാത്രി കുതിർത്ത ചെറുപയറിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ചെറുപയർ നമ്മൾ തലേ ദിവസം രാത്രി കുതിർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി. എന്നിട്ട് 2-3 വിസിൽ കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വറവിടണം. കടുക്,
വെളിച്ചെണ്ണയിലാണ് വറവിടേണ്ടത്. കടുക് ഇട്ടിട്ടുണ്ട്, വറ്റൽമുളക്, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ പുട്ടിൻ്റെ കൂടെ. ഈ ചപ്പാത്തിയുടെ കൂടെയും ഈ ഒരു കറി നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. കറി ഉണ്ടാക്കാം. ഒരു കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ജീരകം, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സവാള ഒന്ന് വാടി കഴിയുമ്പോഴേക്ക് നമുക്ക് ഇന്നലെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരുപാട് ഫ്രൈ ആവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മതി. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാല അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇത് ഗ്രീൻ പീസ് കറി ഉപ്മാവിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല. പിന്നെ നമ്മൾ മസാലയിലേക്ക് തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തു. പിന്നെ നന്നായി കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ്, അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിരിക്കും. എനിക്ക് ഒരു 2 വിസിലൊക്കെ ആകുമ്പോഴേക്കും നന്നായി കുതിർന്ന ഗ്രീൻ പീസ് ആണെങ്കിൽ വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ തൂങ്ങിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.